പശ്ചിമേഷ്യൻ സംഘർഷങ്ങളിൽ ഇറാൻ എന്ന രാജ്യത്തിന്റെ കടന്നുവരവും അവിടെ പൊട്ടിപ്പുറപ്പെട്ട സംഘർഷങ്ങളും ഒക്കെ നാം കണ്ടതാണ്. അമേരിക്കയടക്കം പുറംതിരിഞ്ഞു നിൽക്കുന്ന രാജ്യമായി ഇറാൻ മാറുകയും ചെയ്തു. അപ്പോഴാണ് ഇറാനുമായുള്ള പുത്തൻ കരാറുമായി ഇതാ നമ്മുടെ ഇന്ത്യ എത്തുന്നത്. ഇറാനിലെ ചബഹാർ തുറമുഖം 10 വർഷത്തേക്ക് നോക്കി നടത്തുന്നതിനുള്ള കരാറിൽ ഇന്ത്യ ഒപ്പിട്ടിരിക്കുകയാണ്. ഇതോടെ അടുത്ത ദശാബ്ദം തുറമുഖത്തിന്റെ നടത്തിപ്പ് ചുമതല ഇനി നമ്മുടെ ഇന്ത്യക്കായിരിക്കും. ഇന്ത്യക്കും മധ്യേഷ്യയ്ക്കും ഇടയിലെ ചരക്കു നീക്കത്തിന് പ്രധാന ഹബ്ബായി തുറമുഖം മാറുമെന്നാണ് ഈ കരാറോടെ കരുതുന്നത്. ഒപ്പം ഇന്ത്യയെ ലക്ഷ്യം വെച്ച് പാകിസ്ഥാനും ചൈനയും ഒപ്പിട്ട തുറമുഖ കരാറിനുള്ള മറുപടി കൂടിയാണ് ഈ കരാറെന്ന് വിലയിരുത്തപ്പെടുന്നു. തെരഞ്ഞെടുപ്പ് ചൂട് കത്തി നിൽക്കുന്ന ഈ കാലത്ത് ഇത്തരമൊരു കരാർ ഒപ്പുവെച്ചതിലൂടെ മധ്യേഷ്യയിൽ ഇന്ത്യയുടെ സൗഹൃദവും സ്വാധീനവും ശക്തിപ്പെടുത്തുക കൂടിയാണ് ചെയ്യുന്നത് എന്നൊരർത്ഥം കൂടിയുണ്ട്. കരാർ ഒപ്പിടുന്നതിനായി കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാൾ ഇറാനിലെത്തിയിരുന്നു. ഇതാദ്യമായാണ് ഇന്ത്യ വിദേശത്ത് ഒരു തുറമുഖത്തിന്റെ നടത്തിപ്പ് കരാറിൽ ഒപ്പിടുന്നത്. അഫ്ഗാനിസ്ഥാൻ, മധ്യേഷ്യ, യൂറോ ഏഷ്യയിലെ അതിർത്തി മേഖല എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചരക്ക് ഗതാഗത പാതയൊരുക്കൽ കൂടിയാണ് ഇതിലൂടെ ഇന്ത്യ ലക്ഷ്യമിടുന്നത്. പാകിസ്ഥാനിലെ ഗ്വാദർ തുറമുഖത്തിന്റെ നടത്തിപ്പ് ഏറ്റെടുത്ത് ചൈന ഒരുക്കുന്ന ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിക്കുള്ള മറുപടി കൂടിയാണ് ഇതെന്നും പറയാം. ചബഹാർ തുറമുഖം നടത്തിപ്പ് ഏറ്റെടുത്ത ഇന്ത്യ ഇനി ഇതിനെ ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോറുമായി ബന്ധിപ്പിക്കാനാണ് ശ്രമിക്കുക. ഇതിനായുള്ള പദ്ധതികൾ ഇതിനോടകം തന്നെ തയ്യാറായിട്ടുമുണ്ട്. ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോർ ഇന്ത്യയുടെ അഭിമാന പദ്ധതികളിൽ ഒന്നാണ്. ഇറാൻ വഴി റഷ്യയിലേക്ക് ഇന്ത്യക്ക് വേഗത്തിലെത്താവുന്ന പാതയൊരുക്കലാണ് ലക്ഷ്യം. പാകിസ്ഥാനെ ഒഴിവാക്കിക്കൊണ്ട് എങ്ങനെ അഫ്ഗാനിസ്ഥാനിലേക്കും മധ്യേഷ്യയിലേക്കും ഇന്ത്യക്ക് എത്താനാകും എന്ന് ചിന്തിക്കുമ്പോഴാണ് ഈ നേട്ടം ലഭിച്ചിരിക്കുന്നത്. ബംഗാൾ ഉൾക്കടലിൽ മ്യാൻമറിലെ സിത്തെ തുറമുഖത്തിന്റെ പ്രവർത്തനം ഏറ്റെടുക്കാനുള്ള ഇന്ത്യ പോർട്സ് ഗ്ലോബലിന്റെ ശുപാർശ ഏപ്രിൽ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അംഗീകരിച്ചിരുന്നു. എന്നാൽ ഇറാനിലെ തുറമുഖവുമായി ബന്ധപ്പെട്ട പദ്ധതികൾ ഏറെ വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ കരാറിലൂടെ തുറമുഖത്തിന്റെ വികസനത്തിന് കൂടുതൽ സാമ്പത്തിക സഹായം നൽകാനും ഇന്ത്യ ശ്രമിക്കും. മധ്യേഷ്യയിൽ സംഘർഷ സമാനമായ സാഹചര്യം നിലനിൽക്കെയുള്ള കേന്ദ്രമന്ത്രിയുടെ സന്ദർശനവും കരാറിൽ ഒപ്പുവെച്ച നടപടിയും മുന്നോട്ട് വെക്കുന്ന സന്ദേശം ആഗോളതലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടും. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ദക്ഷിണാഫ്രിക്കയിൽ നടന്ന ബ്രിക്സ് സമ്മേളനത്തിലും പിന്നീട് നവംബറിൽ ഫോൺ സംഭാഷണത്തിലും ചബഹാർ തുറമുഖം സംബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇറാനിയൻ പ്രസിഡന്റും തമ്മിൽ ചർച്ച നടത്തിയിരുന്നു. 2016 ഈ പദ്ധതിക്ക് ഇന്ത്യ തുടക്കമിട്ടത്. മോദിയുടെ ഇറാൻ സന്ദർശനത്തെ തുടർന്നായിരുന്നു ഇത്. 2018 ഇറാൻ പ്രസിഡന്റ് ഹസൻ റുഹാനി ഇന്ത്യ സന്ദർശിച്ചപ്പോൾ തുറമുഖ വികസനം ഇവരുടെ ചർച്ചയിലെ പ്രധാന വിഷയമായിരുന്നു. പിന്നീട് 2024 ജനുവരിയിൽ ഇറാനിലെത്തിയ കേന്ദ്ര വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കറും ഈ പദ്ധതിയുടെ പുരോഗതി വിലയിരുത്തുകയാണ് ചെയ്തത്. ഈ പദ്ധതിക്ക് കാലാവധിയുണ്ടോ? ഉണ്ടെങ്കിൽ എത്ര കാലത്തേക്ക്? ചബഹാർ തുറമുഖവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ഒപ്പുവെച്ച കരാർ 10 വർഷത്തിന് ശേഷം തനിയെ പുതുക്കപ്പെടുന്നതാണ്. ചബഹാർ തുറമുഖത്തെ ഷഹീദ് ബെഹസ്തി ടെർമിനലിന്റെ നടത്തിപ്പും വികസനവുമാണ് ഒപ്പുവെച്ച കരാറിൽ ഉള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് ഓരോ വർഷവും പുതുക്കപ്പെടും. 2016 മെയ് മാസത്തിൽ ഇതേ ടെർമിനലിന്റെ വികസനം ലക്ഷ്യമിട്ട് ഇറാൻ, അഫ്ഗാനിസ്ഥാൻ രാജ്യങ്ങളുമായി ഇന്ത്യ ത്രികക്ഷി കരാറിൽ ഏർപ്പെട്ടിരുന്നു. വിഭവ സമൃദ്ധവും എന്നാൽ പുറം രാജ്യങ്ങളിലേക്ക് നേരിട്ട് കണക്ടിവിറ്റി ഇല്ലാത്തതുമായ കസാഖിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളും ഈ പദ്ധതിയിൽ വളരെയേറെ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. ചബഹാർ തുറമുഖം വഴി ഇന്ത്യൻ വിപണിയിലേക്കും ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കും അവർക്കും എളുപ്പത്തിലെത്താൻ സാധിക്കും. മധ്യേഷ്യൻ വിപണി ലക്ഷ്യമിടുന്ന ഇന്ത്യൻ വ്യാപാരികൾക്കും നിക്ഷേപകർക്കും ചബഹാർ തുറമുഖം വലിയ അവസരമാണ് തുറന്നിടുന്നത് എന്നാണ് എടുത്തു പറയേണ്ടത്. കറാച്ചി തുറമുഖം വഴി ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് എത്താമെന്ന സാധ്യത ചൂണ്ടിക്കാട്ടി ഏറെക്കാലമായി പാകിസ്ഥാൻ മധ്യേഷ്യൻ രാജ്യങ്ങളെ ചാക്കിട്ട് പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ മധ്യേഷ്യയിലെ രാജ്യങ്ങൾ ചബഹാർ തുറമുഖത്തിലും ഇന്ത്യയിലുമാണ് കൂടുതൽ വിശ്വാസം അർപ്പിച്ചത്. അർമേനിയ പോലും ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോർ വഴി ചബഹാർ തുറമുഖത്ത് എത്താമെന്നതിനെ വലിയ സാധ്യതയായി പരിഗണിക്കുന്നുമുണ്ട്. എന്തായാലും പാകിസ്ഥാനും ചൈനയ്ക്കും മറുപടി എന്നോണമാണ് മധ്യേഷ്യയിൽ രാജ്യങ്ങളുടെ നേതാവാകാൻ ഇന്ത്യ തയ്യാറെടുക്കുന്നത്.